നമസ്കാരം. മലയാളികൾക്ക് എന്നും വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടുനിൽക്കുന്നതും. ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. രണ്ടാം വരവിൽ തമിഴിലും അരങ്ങേറ്റം കുറിച്ച മഞ്ജു മലയാളത്തിലുൾപ്പെടെ കൈനിറയ ചിത്രങ്ങളുമായി തിരക്കിലാണിന്ന്. മലയാളത്തിനെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കുന്ന നടിയാണ് ഇന്ന് മഞ്ജു. സിനിമ പോലെ ലോകത്ത് 4 പതിറ്റാണ്ടുകളോളം പിടിച്ചു നിൽക്കുക, അത് മുൻനിര നായികയായി നിലനിൽക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലല്ലോ. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിന് ശേഷം വേറിട്ട കഥാപാത്രങ്ങളിലൂടെയാണ് മഞ്ജു ആരാധകർക്കിടയിൽ എത്തിയത്. എല്ലാം ആരാധകർ ഇരു കൈ നീട്ടി സ്വീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ ദിലീപിനെ പോലും അമ്പരപ്പിച്ചാണ് നടിയുടെ ഇന്നത്തെ യാത്ര. തമിഴിലും മലയാളത്തിലുമെല്ലാം ഹിറ്റടിച്ച് മുന്നോട്ട് നീങ്ങുകയാണ് മഞ്ജു. മാത്രമല്ല, മഞ്ജുവിന്റെ സിനിമകൾ നോക്കുമ്പോൾ ഏറെ പിന്നിലാണ് ദിലീപിന്റെ സിനിമകൾ. 14 വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിലെ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളാണ്. 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് മഞ്ജു സിനിമകൾക്കായി ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് 50 ലക്ഷവും തുരുവ് പോലുള്ള തമിഴ് ചിത്രങ്ങൾക്ക് 1 കോടിയും രൂപ മഞ്ജു പ്രതിഫലം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുകളുമുണ്ട്. അഭിനയത്തിനൊപ്പം തന്നെ പരസ്യരംഗത്തും സജീവമാണ് മഞ്ജു വാര്യർ. താരത്തിന്റെ ആസ്തി എത്രയാണെന്നറിയാമോ? 150 കോടിയോളമാണ് മഞ്ജു വാര്യരുടെ ആകെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെ ഈടാക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. 15 വർഷങ്ങൾക്ക് ശേഷം അഭിനയത്തിലേക്ക് തിരിച്ചെത്തിയ മഞ്ജു വാര്യർ ഇന്ന് മലയാളത്തിൽ ഏറ്റവും അധികം ശമ്പളം വാങ്ങുന്ന താരങ്ങൾ ഒരാൾ കൂടിയാണ്. ജീവിതത്തിൽ സെക്കൻഡ് ഇന്നിംഗ്സ് മഞ്ജു ആരംഭിച്ചിട്ട് 11 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. നിരവധി സ്ഥാപനങ്ങളുടെ ബ്രാൻഡ് അംബാസിഡറാണ് മഞ്ജു ഇന്ന്. സർക്കാരിന്റെ പല സംരംഭങ്ങളുടെയും ബ്രാൻഡ് അംബാസിഡർ സ്ഥാനവും മഞ്ജു അലങ്കരിക്കുന്നുണ്ട്. ഇന്ന് 50 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് മഞ്ജു സിനിമകൾക്കായി ഈടാക്കുന്നതെന്നാണ് റിപ്പോർട്ട്. മലയാളത്തിൽ ഒരു സിനിമയ്ക്ക് 50 ലക്ഷവും തുനുവ് പോലുള്ള തമിഴ് ചിത്രങ്ങൾക്ക് 1 കോടി രൂപയും മഞ്ജു പ്രതിഫലം കൈപ്പറ്റിയെന്നും റിപ്പോർട്ടുകളുണ്ട്. അഭിനയത്തിനൊപ്പം തന്നെ പരസ്യരംഗത്തും സജീവമാണ് മഞ്ജു വാര്യർ. 150 കോടിയോളമാണ് മഞ്ജു വാര്യരുടെ ആകെ ആസ്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പരസ്യങ്ങൾക്ക് മഞ്ജു വലിയ തുക തന്നെ ഈടാക്കുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട്. മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷ ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത്. നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു. അപ്പോഴും മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല. ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത്. അതേസമയം ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജു വാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ്. വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളായ മഞ്ജു വാര്യർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത്. 140 കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്ക് ഇന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. കാറുകളോടാണ് മഞ്ജു വാര്യർക്ക് താല്പര്യം. മിനി കൂപ്പർ SE ഇലക്ട്രിക് ഹാച്ച്ബാക്ക് വാങ്ങിയ ഇന്ത്യയിലെ ആദ്യ സെലിബ്രിറ്റി മഞ്ജു വാര്യരാണ്. റേഞ്ച് റോവർ, ബെൻസ് എന്നീ കാറുകളും മഞ്ജു വാര്യരുടെ കളക്ഷനിലുണ്ട്. ഇതിനു പുറമെ ലക്ഷറി ബൈക്കായ BMW R1250 GSഉം 21 ലക്ഷം രൂപ മുടക്കി താരം സ്വന്തമാക്കിയിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായി ഒന്നും കയ്യില്ലാതിരുന്ന ആളാണ് മഞ്ജു വാര്യർ. നൃത്തവേദികളിലൂടെ പണം സ്വരൂപിച്ച് ഒരു സമയം മഞ്ജുവിനുണ്ടായിരുന്നുവെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി നേരത്തെ പറഞ്ഞിരുന്നു. വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്ത് മഞ്ജു വാര്യരുടെ കയ്യിൽ പണമൊന്നും ഇല്ലായിരുന്നെന്നാണ് ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചത്. മഞ്ജു തന്നെയാണ് ഇക്കാര്യം പറഞ്ഞതെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞിരുന്നു. കരിക്കകം ക്ഷേത്രത്തിലുള്ളവർ എന്നെ വിളിച്ചു. ഉത്സവകാലത്ത് ഡാൻസിന് മഞ്ജു വാര്യർ സംഘടിപ്പിച്ച് തരാമോ എന്ന് ചോദിച്ചു. ഗീതു മോഹൻദാസിനോട് സംസാരിച്ചപ്പോൾ മഞ്ജുവിന്റെ നമ്പർ തന്നു. ഞാൻ മഞ്ജുവിനെ വിളിച്ചു. ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചു. കളിക്കും ചേച്ചി, ഡാൻസ് ചെയ്തേ പറ്റൂ. സാമ്പത്തികമായി ഞാൻ വളരെ പ്രശ്നത്തിലാണ്. കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. കയ്യിൽ പൈസയില്ല. പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ക്ഷേത്രത്തിൽ നല്ല തുകയ്ക്ക് മഞ്ജു വാര്യർ ഡാൻസ് ചെയ്തെന്നും ഭാഗ്യലക്ഷ്മി അന്ന് ചൂണ്ടിക്കാട്ടി. അക്കാലത്ത് ദിലീപും മഞ്ജു വാര്യരും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി. ഇക്കാലയളവിനിടെ സാമ്പത്തികപരമായി മഞ്ജു വാര്യർക്കുണ്ടായ വളർച്ചയും എടുത്തു പറയേണ്ടതാണ്. വിലപിടിപ്പുള്ള നായികമാരിൽ ഒരാളായ മഞ്ജു വാര്യർ പടിപടിയായാണ് സാമ്പത്തികമായി വളർന്നത്. 150 കോടിക്ക് മുകളിൽ ആസ്തി മഞ്ജു വാര്യർക്ക് ഇന്നുണ്ടെന്നാണ് പറയുന്നത്. 50 ലക്ഷം രൂപ മുതൽ 1 കോടി വരെയാണ് താരം ഒരു സിനിമയ്ക്ക് വാങ്ങുന്ന പ്രതിഫലം. തമിഴകത്തെ മുൻനിര താരമായതോടെ മാർക്കറ്റ് വാല്യൂ വീണ്ടും കൂടിയിട്ടുണ്ട്. ആഡംബര കാറുകളും ബൈക്കും മഞ്ജു വാര്യർക്കുണ്ട്. തുനുവ് എന്ന അജിത് ചിത്രത്തിൽ അഭിനയിച്ച ശേഷമാണ് 21 ലക്ഷം രൂപ വില വരുന്ന BMW ബൈക്ക് മഞ്ജു വാങ്ങുന്നത്. റേഞ്ച് റോവർ, മിനി കൂപ്പർ, ബലാനോ തുടങ്ങിയ കാറുകൾ മഞ്ജുവിനുണ്ട്. 1 കോടിക്കടുത്ത് വില വരുന്നതാണ് നടിയുടെ പക്കലുള്ള റേഞ്ച് റോവർ വെലാർ. അതേസമയം ധനികയാണെങ്കിലും വളരെ സിമ്പിളായിട്ടാണ് മഞ്ജുവിനെ പൊതുവിടങ്ങളിൽ കാണാറുള്ളത്. ആർഭാട ജീവിതമല്ല നടി നയിക്കുന്നത്. മഞ്ജു സെറ്റുകളിലേക്കോ ഷോയിലേക്കോ എത്തുന്നത് ഒരുപാട് സഹായികളൊന്നുമില്ലെന്നും സ്വന്തം കാര്യങ്ങൾ അവർ തന്നെയാണ് ചെയ്യാറെന്നും നടനും നിർമ്മാതാവുമായ മണിയൻ പിള്ള രാജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. പണത്തെ പോലെ പുറമേക്കുള്ള സൗന്ദര്യത്തിന് മഞ്ജു പ്രാധാന്യം നൽകാറില്ല. ചെറുപ്പമായിരിക്കുന്നെന്ന് കേൾക്കുമ്പോൾ തനിക്ക് സന്തോഷം തോന്നാറില്ലെന്നും സന്തോഷമായിരിക്കുന്നെന്ന് കേൾക്കാനാണ് ഇഷ്ടമെന്നും മഞ്ജു വാര്യർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ടുള്ള യാത്രകൾക്കിടയിൽ ഒരിക്കൽ പോലും മഞ്ജു വാര്യർക്ക് പിറകോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളെക്കാൾ കൂടുതൽ നേട്ടങ്ങളിലേക്കാണ് താരം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇപ്പോഴും മലയാള സിനിമയിൽ ഒരു സ്ത്രീപക്ഷ സിനിമ അല്ലെങ്കിൽ ഒരു സ്ത്രീ പ്രധാന കഥാപാത്രമായി അവതരിപ്പിക്കുന്ന സിനിമ ഇറക്കണമെങ്കിൽ മഞ്ജു വാര്യരെ പോലെ വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു നടി ഉണ്ടായേ തീരൂ. അത്തരത്തിലൊരു സ്റ്റേജിലേക്ക് എത്താൻ ഉർവശി, മഞ്ജു വാര്യർ പോലെയുള്ളവർക്ക് മാത്രമേ ഇതുവരെ മലയാളത്തിൽ സാധിച്ചിട്ടുള്ളൂ. ഈ സാധ്യതകളെല്ലാം തന്നെ മഞ്ജുവിന്റെ ആസ്തിയിൽ വരും കാലങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അതേസമയം വിടുതലൈ 2 ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്രിമാരനാണ്. മികച്ച വിജയം നേടിയ വിടുതലൈ 2-ൽ പ്രധാന വേഷങ്ങളിലൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത്. മലയാളത്തിലെ എമ്പുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്ത
അവസാന സിനിമ പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിച്ചത്. മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം. വേട്ടയാനാണ് വിടുതലൈ 2 മുമ്പ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം. രജനീകാന്തിനൊപ്പം മികച്ച പ്രകടനമായിരുന്നു നടി കാഴ്ചവെച്ചത്. മിസ്റ്റർ എക്സ് എന്ന സിനിമയും മണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. ആര്യയും ഗൗതം കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ. അതേസമയം ദിലീപിന്റെയും തന്റെയും ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരിക്കൽ പോലും മഞ്ജുവും ദിലീപും പുറത്തു പറഞ്ഞിട്ടില്ല. എന്നാൽ ഇരുവരും എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. മാത്രമല്ല സിനിമയിൽ പ്രവർത്തിക്കുന്നവർ തന്നെ പല കഥകളും ഇരുവരെയും കുറിച്ച് പലപ്പോഴായി പറയുകയും ചെയ്തിരുന്നു. വിവിധ തരത്തിലുള്ള വാർത്തകൾ വന്നപ്പോഴും ഒരിക്കൽ പോലും രണ്ടുപേരും പ്രതികരിച്ചിരുന്നില്ല. ആദ്യ വിവാഹം പരാജയമായ ശേഷം കാവ്യയുമായി പുതിയൊരു ജീവിതം ദിലീപ് ആരംഭിച്ചു. എന്നാൽ മഞ്ജു വാര്യർ ഇപ്പോഴും സിംഗിൾ ലൈഫാണ് നയിക്കുന്നത്. ഹൗ ഓൾഡ് ആർ യുവിന് ശേഷം എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് നടി രണ്ടാമത് അഭിനയിച്ചത്. ശേഷം നടി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നു. മഞ്ജുവിന്റെ വ്യക്തി ജീവിതവുമായി സിനിമയ്ക്ക് ബന്ധമില്ലേ എന്ന് ചോദിച്ചവരുണ്ട്. എനിക്കൊന്നും പറയാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ. വളരെ ബാലിഷ്യമായി ആൾക്കാർ സങ്കല്പിച്ച് ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും അത് ഉദ്ദേശിച്ചാണ് ഇതെന്ന് പറയും. അങ്ങനെയെങ്കിൽ ഒരു കഥയും എനിക്ക് എടുക്കാൻ പറ്റില്ല. ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങളും അതിനെ അതിജീവിക്കലും ഉണ്ടാകും. അതില്ലെങ്കിൽ കഥയില്ലല്ലോ. എല്ലാം കണക്ട് ചെയ്ത് കൊണ്ടുപോകരുത്. സിനിമയിൽ കഥാപാത്രങ്ങളാണ് സംസാരിക്കുന്നത്. അഭിനയിക്കാതിരിക്കുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നിയോ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. ഒന്നുമില്ല, ഞാൻ അങ്ങേയറ്റം സന്തോഷം അനുഭവിച്ചു തന്നെയായിരുന്നു ഇരുന്നത്. അല്ലാതെ ബുദ്ധിമുട്ടി അഭിനയിക്കാൻ വയ്യല്ലോ എന്നൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും മഞ്ജു വാര്യർ അന്ന് വ്യക്തമാക്കി. മഞ്ജു വാര്യർ സിനിമാ രംഗത്ത് നിന്നും വിട്ടുനിന്ന കാലത്തെക്കുറിച്ച് സംവിധായകൻ സത്യൻ അന്തിക്കാടും അന്ന് സംസാരിച്ചു. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ മഞ്ജുവിൻ്റേത് വലിയ ഇടവേളയായിരുന്നു. പക്ഷേ എനിക്കതൊരു ഗ്യാപ്പായി തോന്നിയിട്ടില്ല. മഞ്ജു ഒന്നും നഷ്ടപ്പെടുത്തിയിട്ടില്ല. മഞ്ജു ദുഃഖകരമായ കാലഘട്ടത്തിലൂടെ കടന്നുപോയെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. മഞ്ജു സ്വന്തം ഇഷ്ടപ്രകാരമാണ് അഭിനയം നിർത്തിയത്. ഞാൻ അഭിനയിക്കുന്നില്ലെന്ന് മഞ്ജു തീരുമാനിക്കുകയായിരുന്നു. ഒരു നിലയ്ക്ക് അന്ന് മഞ്ജു സന്തോഷിച്ചിട്ടേ ഉള്ളൂ. കാരണം ഡാൻസ് പ്രാക്ടീസിനൊക്കെ മഞ്ജുവിന് മടിയായിരുന്നെന്ന് അമ്മ പറയുമായിരുന്നെന്നും സത്യൻ അന്തിക്കാട് തമാശയോടെ പറഞ്ഞു. മഞ്ജുവിന്റെ ജീവിതത്തിലേക്ക് വേദനാജനകമായ അധ്യായമായിരുന്നു. അതും എന്നും എപ്പോഴും സിനിമയുമായി യാതൊരു ബന്ധവുമില്ലെന്നും സത്യൻ അന്തിക്കാട് അന്ന് വ്യക്തമാക്കിയിരുന്നു. സിനിമയിലേക്ക് രണ്ടാം വരവ് നടത്തിയ ശേഷമാണ് നടി ഫിറ്റ്നസിന് പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത്. ഇന്ന് മലയാള സിനിമയിൽ മാറുന്ന ട്രെൻഡ് അനുസരിച്ച് വസ്ത്രദാനം നടത്തുന്ന അഭിനേത്രിയാണ് മഞ്ജു. 46-ലും മഞ്ജുവിന് 20കളുടെ ചെറുപ്പവും ഫിറ്റ്നസുമാണെന്നാണ് ആരാധകർ പറയാറുള്ളത്. മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം ദിലീപ് കാവ്യമാധവനെ വിവാഹം കഴിച്ചത് ഏറെ വിവാദങ്ങൾക്കാണ് വഴി തെളിയിച്ചത്. You're watching me on metromatney.com. On metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.